കൺമണി സ്നേഹത്തോടെ കാമുകൻ ഞാൻ എഴുതും കത്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പാടൂ. കൺമണി സ്നേഹത്തോടെ കാമുകൻ ഞാൻ എഴുതും ലെറ്റർ. ഓ, കവിതയായിട്ട് തന്നെ പഠിച്ചോ. എന്നാൽ കൺമണിയുടെ സ്ഥലത്ത് പൊന്മണി എന്ന് എഴുതിക്കോ. പൊന്മണി, നിന്റെ വീട്ടിൽ നീ സുഖമാണോ? ഞാനിവിടെ സുഖമാണ്. പൊന്മണി, നിന്റെ വീട്ടിൽ നീ സുഖമാണോ? ഞാൻ ഇവിടെ സുഖമാണ്. അത് എന്താണെന്ന് അറിയില്ല. നിന്നെ പറ്റി നീ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമയുടെ ഡബിങ് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് അവർക്ക് ഒപ്പിക്കാൻ വേണ്ടി. നീ പറയുന്നത് ഒരു ഓഫീസിൽ കയറി വരുമ്പോ നീ മേ കമിൻ സാർ, അതൊക്കെ വേറെ ആൾക്കാർക്ക്, എനിക്കത് വേണ്ടല്ലോ. ഞാൻ എന്റെ അളിയന്റെ ഓഫീസിൽ ഇവിടെ ലക്ഷക്കണക്കിന്റെ പ്രോജക്റ്റാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാനലിൽ കൊടുക്കാനുള്ളത് അതൊക്കെ കൊടുക്കാം. ഞാൻ പറയണ കാര്യം കേട്ട അളിയൻ തുള്ളിച്ചാടും. ഞാൻ ഈ അവസ്ഥയിൽ തുള്ളിച്ചാടും. നിന്റെ കമാല അടിച്ചു പൊളിക്കും. ഞാൻ വലിയൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ കഷ്ടപ്പെട്ടാണ് കമൽഹാസന്റെ ആ ഒരു സൗണ്ട് ഒപ്പിച്ചുകൊണ്ട് വന്നത്. എന്തിനാളി എങ്ങനെ കൺമണി, അമ്പോട്, കാതളൻ, അതൊക്കെ ഞാൻ കേട്ടു. കുഴപ്പമില്ല. പിന്നെ ഇങ്ങോട്ട് നോക്ക്. 5 വയസ്സുവരെ ഗുണവും ഇല്ല. ആദ്യം എന്റെ അടുത്ത് അഭിനന്ദനങ്ങളെന്ന് പറ. അഭിനന്ദനമല്ല, നിന്നെ പച്ച തെറിയാണ് പറയേണ്ടത്. നിന്റെ കാര്യം എന്തൊരു അഭിനന്ദനം പറയാളിയാ എങ്കിലും ഞാൻ കാര്യം പറയും. എടാ കാര്യം പറയാ. നീ അഭിനന്ദനം പറയേണ്ട മൂടല്ല ഞാൻ. നീ പറ. എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. ജോലി ശരിയായിട്ടുണ്ട്. വാഴപ്പണയിലല്ലേ? അതല്ല, കോഴി വളർത്താനാണ്. ആശുപത്രിയിൽ എന്തൊരു ഡെഡ് ബോഡി ആയിട്ടാ? അതല്ല, അടി അറിഞ്ഞില്ലേ? എന്തൊരു എന്റെ കൂട്ടുകാരാ മനോജില്ലേ, മനോജിയുടെ പുതിയ ആശുപത്രി തുടങ്ങി. നിന്റെ കൂട്ടുകാരെ മനോജ് പുതിയ ആശുപത്രി തുടങ്ങി, വലിയ ആശുപത്രി. അതെന്നെ വിളിച്ച് പറഞ്ഞു. ഇത്രയും മുതലാളിമാരൊക്കെ നിന്റെ കമ്പനിയാണ്. പിന്നല്ലാതെ എന്തുമാത്രം മുതലാളിമാരുണ്ട്. നീ അവന്മാരെയൊക്കെ പരസ്യം എനിക്ക് പിടിച്ചു തരാത്തത്? ഈ പരസ്യം പിടിച്ചു തരാം, ഈ ആശുപത്രിയുടെ പരസ്യം പിടിച്ചു തരാം. പിടിച്ചു തരണം. അങ്ങനെയെങ്കിൽ 5 പൈസ ഗുണം ഉണ്ടാവട്ടെ നിന്നെ പറ്റി. ഇപ്പൊ സംഭവം എന്താണെന്നറിയാമോ? അവൻ പറഞ്ഞു, അളിയാ നിനക്ക് എന്തെങ്കിലും ജോലി ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഇവിടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെ? അവിടെ തൂപ്പ് ജോലിയൊക്കെ കാണുമല്ലോ. തൂപ്പ് ജോലിക്ക് എന്റെ പട്ടി പോകും. പിന്നെ മോർച്ചറിയിൽ മറ്റേ ഡെഡ് ബോഡിയെ കുളിപ്പിക്കാനും എടുത്ത് വെക്കാനും വേറെ ആളെ നിർത്തും ഞാൻ. പിന്നെ നിനക്ക് എന്തൊരു ജോലി? നേഴ്സ്. എങ്ങനെ? നേഴ്സായിട്ട്. നേഴ്സ്? ഓ, നമ്മൾ അവന്തി മോള് ചെയ്യുന്നില്ലേ? നീ എത്രാം ക്ലാസ് വരെ പഠിച്ചു? പഠിപ്പൊന്നും കാര്യമില്ല, എന്റെ കൂട്ടറിയില്ല. അല്ല, ഈ ബയോളജി അതിലാണ് പറയണെന്ന് അറിയാം. അതറിയണ്ടല്ലോ. അതുകൊണ്ട് കെമിസ്ട്രി അറിയാമോ? അതൊന്നും ജോലിക്ക് അറിയണ്ടല്ലോ. അതുകൊണ്ട് സുവോളജി അറിയാമോ? അറിയാ. എടാ ക്ലാപ്പ് പയലെ 4-5 വർഷം പിള്ളേർ കുത്തിയിരുന്ന് പഠിച്ചിട്ട് BSc നേഴ്സ് ആവണത് നീ 5ാം ക്ലാസ്സും കുസ്തിയുമായ നീ ചെന്ന് ചെയ്യോ ആ പണി? അതിനാണ് ആ ഒരു 4-5 വർഷം പഠിച്ചതിനാണ് എനിക്ക് ചെയ്യാൻ വേണ്ടി അളിയന്റെ സഹായം വേണം. നില്ല് ഞാൻ ഒരു 2 കാര്യം നീ പറ. ഹൃദയം അറിയാലോ? ഹൃദയം പിന്നെ ഹൃദയം അറിയാം. മോഹൻലാലിന്റെ മോന്റെ സിനിമ അല്ലേ? അല്ലല്ല, എനിക്കറിയാം. ഹൃദയത്തിന് എത്ര അറയുണ്ട് അത് പറ. എന്തോന്ന് അളിയാ? ഹൃദയം എന്ന് പറഞ്ഞിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അറ പോലെ ഇരിക്കുന്ന സാധനം. ഹൃദയത്തിന് അങ്ങനെ അറയൊന്നുമില്ല. എന്തോന്നത്? എടാ ഹൃദയത്തിന് 2 അറ ഉണ്ടടാ. 2 അറ അറിയാമോ? അത് അവിടെയാണ് എയും ബിയും ഉള്ളത്. എത്ര ഹൃദയം ഉണ്ട് അത് പറഞ്ഞു. 2 എണ്ണം. 2 ഹൃദയോ? ഓ, ആർക്ക്? എനിക്ക്. എല്ലാവർക്കും 2 ഹൃദയം തന്നെയല്ലേ? എടാ ഇരട്ട ചങ്കൻ എന്നൊക്കെ പറയും. അത് നമ്മള് മറ്റേ ഇത് ഒരു സാഹിത്യപരമായിട്ട് പറയുന്നതാണ്. അലിയ, ഇതാണ്ട് ഈ ഭാഗത്ത് അണ്ടിപ്പരി പോലെ ഇരിക്കൂല് 2 സാധനം, അതാണ് ഹൃദയം. എടാ ക്ലാപ്പ് വരെ അത് കിഡ്നി. അത് തന്നെ. അത് മലയാളത്തിൽ പറയുമ്പോ ഹൃദയം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കിഡ്നി. എടാ എലിയും തലയും തിരിച്ചങ്ങോട്ട് നീ അവിടെ നേഴ്സായിട്ട് പോകണം. നീ പ്രാന്താടാ. അലിയ, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വയ്യ. എനിക്ക് നേഴ്സിന്റെ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരുമോ? അത് കൊടുത്തിട്ട് വേണം എനിക്ക് ജോലിക്ക് കയറാൻ. പൈസ ഒരു പ്രശ്നമല്ല, എത്ര രൂപ ആയിരുന്നാലും പ്രശ്നമല്ല. ഓക്കെ, അളിയനെ കൊണ്ട് നടക്കും. അളി എങ്ങനെയെങ്കിലും ഒപ്പിച്ചതാ. ഓക്കെ, ഞാൻ വരട്ടെ. ഒരുപാട് പൈസയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രം എത്ര വേണോ, പക്ഷെ നീ അവിടെ ജോലി ചെയ്യരുത്. അവിടെ പോയി നിന്ന് കള്ളപ്പണി എടുത്ത് പൈസ വാങ്ങിച്ചോ. അതൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവൻ്റെ മോളോട് പോയി ചോദിച്ചിട്ട് വേണം ആ പരിപാടിയൊക്കെ എനിക്ക് പഠിക്കണം. ഞാൻ പോട്ടെ, സമയമില്ല. അപ്പോൾ പൈസ ഒരു പ്രശ്നമല്ല. അല്ലല്ല, ഇനിയിപ്പോൾ നേഴ്സിൻ്റെ കിട്ടിയില്ലേ കുഴപ്പമില്ല, ഡോക്ടറെ ആയാലും കുഴപ്പമില്ല. ഡോക്ടർ? ഓ, അതാണെങ്കിൽ കുറച്ചുകൂടെ പൈസ തരാം ഞാൻ. MBBS ഡോക്ടർ ജയൻ. അതെ. സമയം നേഴ്സ് മതി. 5ാം ക്ലാസ് എഴുതിയെടുക്കാൻ പറ്റിയില്ല. അവൻ MBBSന്റെ ഡോക്ടർ വാങ്ങിക്കാൻ വേണ്ടി. അളിയാ, നീ ഇനി ഒന്നും പറയണ്ട. ഇല്ലല്ല, ഇതവൻ മനഃപൂർവ്വം എന്റെ ബിസിനസ് നശിപ്പിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്ത് എന്റെ ഓഫീസിൽ കൊണ്ടുവച്ചേ. ഇതെന്റെ ഓഫീസിൽ വന്നു കയറി അന്ന് മുതലുള്ള എന്റെ നഷ്ടങ്ങൾ എത്രയാണെന്ന് നിനക്കറിയൂ. ഞാൻ അനുഭവിച്ചതൊക്കെ അവനൊന്ന് അനുഭവിക്കട്ടെ. നീ വെച്ചോ.
മതി മോളെ ഇവിടെ അമ്മാവാ ഓ എനിക്കൊന്നും കേൾക്കാനുള്ള സമയമില്ല. ഞാനൊരു അർജന്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പുറത്തും കാണാം. അതെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. ഒന്നും കേൾക്കണ്ട, എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞില്ലേ. പോയേ മോളെ ഒന്ന് കേട്ടിട്ട് നീ വരക്കടി. വലിയ കഷ്ടമല്ല, പെട്ടെന്ന് പറയാൻ എന്താന്ന് വെച്ചാ. എൻ്റെ കൂട്ടുകാരൻ മനോജ് ഒരു പുതിയ ആശുപത്രി തുടങ്ങി. അപ്പോഴവിടെ ഒരുപാട് ഒഴിവുകൾ കാണും. ജോലി കയറിയാൽ നല്ല ശമ്പളവും കിട്ടും. അമ്മാവാ കൊച്ചു കള്ള, എനിക്ക് പുതിയ ജോലി സെറ്റാക്കി കാര്യം പറയാൻ വന്നെയാണോ? അയ്യോ മോക്കല്ല, എനിക്കവിടെ ഒരു ജോലി ശരിയാക്കണം. അതിന് മോളുടെ സഹായം വേണം എനിക്ക്. എന്ത് സഹായം? അതെ, മോളിപ്പോൾ ആശുപത്രി പോയി ചെയ്യണില്ലേ ജോലി, അതെന്നെ പഠിപ്പിച്ചു തരണം. എന്നിട്ട് അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ അതേ ജോലിക്ക് അവിടെ കയറാം. എങ്ങനെയുണ്ട് ഐഡിയ? എന്തോന്ന്? മോളിപ്പോൾ ചെയ്യണില്ലേ ജോലി, ആ ജോലി മോളെ എനിക്ക് പഠിപ്പിച്ചു തരണം. പഠിപ്പിച്ചു തരുമ്പം ആ ജോലി ഞാൻ അവിടെ പോയി ചെയ്യാം. അപ്പം അതെനിക്ക് നല്ല ശമ്പളം കിട്ടുമല്ലോ. കിട്ടും, നല്ല ശമ്പളം കിട്ടും. അതാണ് എനിക്കൊന്ന് പഠിപ്പിച്ചു തരണം കേട്ടാ. അമ്മ വേറെ ജോലി ഒന്നുമില്ലയോ? ഞാൻ അവിടെ എന്തോ കഞ്ഞി കൈയാണ് വെക്കാൻ പോകുന്നത് അല്ലല്ല, പഠിപ്പിച്ചു തരാനെ കൊണ്ട്. എന്റെ പൊന്നമ്മാവ് ഇതൊരു മെഡിക്കൽ ജോലിയാണ്. അല്ല അമ്മാവന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു തരാനും പറ്റത്തില്ല. ഇത് എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ തന്നെ അമ്മാവന് എങ്ങനെ തോന്നിയെന്നാ? ചൂടാവണത് പിന്നെ മനുഷ്യനെ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? 5ാം ക്ലാസ്സിൽ 5 വർഷം തോറ്റ അമ്മാവന് മെഡിക്കൽ ഫീൽഡിലെ എന്റെ ജോലി അമ്മാവന് ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദേഷ്യം വരാതെ ഇരിക്കോ ഇല്ലയോ? ഓ നിന്റെ വലിയ ജോലി അങ്ങ് റോക്കറ്റ് വിടുന്ന ജോലിയല്ലേ. ഇനിയിപ്പോ റോക്കറ്റ് വിടുന്ന ജോലിയായിരുന്നാ പോലും നീ എനിക്ക് പഠിപ്പിച്ചു തന്നാ ഞാൻ ഐശ്വര്യമായിട്ട് ചെയ്യും, അന്തസ്സായിട്ട് ചെയ്യും കേട്ടാ. അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ദീപാവലിക്ക് മറ്റേ റോക്കറ്റ് വിടുന്നതാണല്ലോ. എന്റെ പൊന്നമ്മാവ് ഇത് അത്ര സിമ്മറുള്ള കാര്യമൊന്നുമല്ല. അമ്മാൻ എങ്ങനെ എന്റെ അടുത്തൊന്ന് ചോദിക്കാൻ തോന്നി? നീ ദീപാവലിക്കുള്ള റോക്കറ്റ് മറ്റേ റോക്കറ്റ് എല്ലാം ഒന്ന് രണ്ടും മൂട്ടിൽ തീ കത്തിച്ചാൽ രണ്ടും പറന്നു പോകും. കൂടുതലൊന്നും നീ പഠിപ്പിച്ചു തരാൻ പറ്റുമെങ്കിൽ പഠിപ്പിച്ചതാ. ബുദ്ധി ഇല്ലാത്തത് ഒരു ഐശ്വര്യമായിട്ട് കൊണ്ട് നടക്കരുത് കേട്ടാ. പോ എന്റെ മുന്നിൽ പോ. ഞാൻ പോവാ, ഞാൻ ഇവിടെ വന്ന് ഇരിക്കാന്നല്ലോ വന്നത്. പോന്നണ്ട ഇല്ല പോവാന്ന് പറഞ്ഞില്ലേ, പഠിപ്പിച്ചു തരുന്ന കാര്യം പറ. പിന്നെ ഇത്ര നേരം ഞാൻ എന്തിനു പറഞ്ഞു തന്നത്? പഠിപ്പിക്കാന്നാ പറഞ്ഞു തന്നത്. അമ്മാവ പോ, അമ്മാവ ചെല്ല്. ഇനി എന്റെ പ്രഷർ കൂട്ടി ഞാൻ തന്നെ അല്ലാതായി പോറും. ഇത് അസൂയാണ് കേട്ടാ. ഇത് നോക്കണേ, നോക്കി പഠിപ്പിക്കാന്ന് വേണ്ട, എനിക്കറിയാം. ഓ വേറെ പിള്ളേരൊക്കെ കൂടെ ഉണ്ട്, ഞാൻ അവരെ കണ്ടുപിടിച്ചോളാം. കൺട്രോൾ അവന്തി കൺട്രോൾ. എന്റെ ദേഷ്യം വന്നുണ്ടല്ലോ. സാധനം ഞാൻ നാളെ രാവിലത്തേക്ക് എത്തിച്ചേക്കാം. രാവിലത്തെ ഷിപ്പിന് തന്നെ ഈ സാധനം കയറ്റി വിട്ടേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേടാ, കാശിന് നല്ല റേറ്റാടാ. എൻ്റെ സ്കൂട്ടർ സ്റ്റേഷനിൽ എടുത്ത് വെച്ചേക്കണ്. ഇല്ല അത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലത്തേക്ക് ഞാൻ സാധനം സെറ്റ് ചെയ്ത് തരാം. നീ എങ്ങനെയെങ്കിലും അത് കയറ്റി വിട്ടേ പറ്റുള്ളൂ. ഓക്കേടാ, ശരി. മോളെ എടി എന്തോ നീ വെയിലത്ത് കയറി നിൽക്കണേ, അകത്ത് പോയിരിക്കേ. അപ്പം മോൻ അറിയത്തില്ലേ, ഈ വെയിലത്ത് നല്ല വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുള്ളൂ. അത് പല്ലിനും എല്ലിനും എല്ലാത്തിനും ഭയങ്കര ഗുണമാണ്. ആണാ മോക്ക്? അല്ല മോക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമോ? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എനിക്ക് എന്തൊക്കെ തന്നെ അറിയാമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോഴാണ്. ആണോ മോളെ, ഈ കാര്യങ്ങളൊക്കെ എനിക്കൂടെ ഒന്ന് പഠിപ്പിച്ചു. അതിനെന്താ പഠിപ്പിച്ചല്ലോ. അല്ല അതെ, എന്റെ കൂട്ടുകാരനെ പുതുതായിട്ട് ഒരു ആശുപത്രി തുടങ്ങി. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമെങ്കിൽ അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാലോ. അമ്മയുടെ കൂട്ടുകാരൻ പ്രാന്താശുപത്രിയാണോ? അല്ലല്ല, മറ്റേ പനിക്കും ചുമക്കൊക്കെ തുടങ്ങി ചികിത്സിക്കൂലേ ആ ആശുപത്രി. ഞാൻ പറഞ്ഞ ആശുപത്രി ആയിരുന്നേ അമ്മാവന് കുറച്ചുകൂടി ഗുണം ചെയ്തേനെ. അതങ്ങനെ? അതൊക്കെ ഇരിക്കട്ടെ. അമ്മാവൻ്റെ അടുത്ത് കാര്യം ചോദിക്കാൻ ചോദിച്ചിരിക്കുന്നത്, അമ്മാവൻ ഈ സോൾ ഓഫ് കേരളയായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് പരിചയമുണ്ടോ? അതെന്തോ സാധനം? അത് നമ്മുടെ ഈ പഴയ സാധനങ്ങളൊക്കെ അമ്മാവാ. പഴയ സാധനങ്ങൾ. അയ്യോ, അത് എനിക്കൊരു പഴയ അമ്മൂമ്മ ഉണ്ടായിരുന്നു, പക്ഷെ മരിച്ചുപോയി. അമ്മാവനോടെ പോവാൻ ഇറങ്ങിയിരിക്കുമല്ലേ? പോയിക്കോ. അല്ല മറ്റേ സാധനം വേണ്ടേ? വേണ്ട, കുഴപ്പമില്ല, ഞാൻ അറിഞ്ഞോളാം. ശരി. എന്താ പൊന്നെ, ഈ പിള്ളേരെ ഓരോരോ കാര്യങ്ങള് ഒന്നും വ്യക്തമായിട്ട് പറയുകയില്ല. എന്താണ് നിന്നൊരു ആലോചന? അല്ല ഞാൻ സ്റ്റെഫിമോളെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മാവന് വേറെ ആരെ പറ്റി ആലോചിക്കാൻ കിട്ടിയില്ലേ? അതെന്തോന്ന് മോളെ, നിന്നെ പോലെ അവളും ഇവിടെ താമസിക്കുന്ന ഒരു കൊച്ചല്ലേ? എങ്ങനെയാന്ന്? അപ്പൊ ഞാനും അവളും അമ്മാവനും ഒരേപോലെയാന്നല്ലേ? അയ്യോ അങ്ങനല്ല. അയ്യോ അങ്ങനെ തന്നെ അമ്മാവൻ പറഞ്ഞത്. അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു. അമ്മാവൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. ഇനി എന്റെ അടുത്ത് മിണ്ടാ വന്നു. മോളെ അങ്ങനെ അല്ലടി ഞാൻ പറഞ്ഞത്. എനിക്ക് എന്തരന്റെ കേടായിരുന്നു, വല്ല ആവശ്യമുണ്ടാ? നീ ഇത് മതി ഇന്നത്തെ വഴക്കിന്.
ഹായ് കളി കൊള്ളാലോ. ഹലോ രണ്ടും കൂടെ കൂട്ടായ ഇടിണ്ടാക്കുവാ. എടി എന്തൊന്നാണ് ഇത്? പിശാശ് കാണിച്ചത് നീ കണ്ടോടി. എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള ചാർട്ടാണ്, അതിനകത്ത് മൊത്തം തുപ്പിക്കോളം ആക്കിയിട്ടടി. ഞാൻ മലപ്പുറം തുപ്പിയൊന്നും അല്ല, ഞാൻ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ മൂക്കിലൊരു ഈച്ച കയറിപ്പോയി. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് തുമ്മി, അതിനാണ് ഇവിടെ കിടന്നിട്ട്. നിനക്ക് തുമ്മാതെ നിന്റെ മൂക്കിൽ ഈച്ച് പോയി നിനക്ക് വെള്ളം ഒഴിക്കുന്നത് എന്റെ ഈ ചാർട്ട് മാത്രം നിനക്ക് കണ്ടല്ലോ. നീ ഓടി കണ്ടോ കണ്ടോ, അത് ഇല്ലാണ്ടാക്കിട്ട് അവിടെ അഹങ്കാരം കണ്ടോ കണ്ടോ. അതെ, എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ച്. നീ ഇവളെ കൊല്ലുന്ന പറഞ്ഞിട്ട് കൊന്നു കഴിഞ്ഞാൽ നീ ജയിലിൽ പോ. ഇല്ലല്ല, അതുകൊണ്ടേ മോളെ പ്രശ്നം ഉണ്ടാക്കണം. പോ ചെല്, നിന്റെ വഴിക്ക് പോ. അവളുടെ ഒരു അടങ്ങിക്കൂടെ നിനക്ക്? എടി എങ്ങനെ അടങ്ങൂടി? എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നീ എത്ര കഷ്ടപ്പെട്ട് അടിപൊളിയായിട്ട് വരച്ച എന്റെ സാധനം നോക്ക് നീ. ഈ സാധനമായിരുന്നോ നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വരച്ചത്? ഭാഗ്യം ഇതിനകത്ത് നനഞ്ഞത്. എന്ത് രസമായിട്ട് വരച്ചു എന്ന് പറയായിരുന്നു. ആടി നിനക്കും തോന്നിയില്ലയോ എത്ര നേരം ഇത് കുത്തി വരച്ചെന്നറിയാവോ? ഇതിന് എങ്ങനെ കറക്റ്റാ നീ പറഞ്ഞത്. എത്ര നേരം കൊണ്ട് കുത്തി വരച്ചതാ? കുത്തി ഇരുന്ന് വരച്ചതാണത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനെ എങ്ങനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവെക്കും നീ തന്നെ പറയാ. ഒരു കാര്യം ചെയ്യും, നേരെ എടുത്ത അടുപ്പും കത്തിച്ച് തന്നെ മണ്ടക്കി വെക്കും. ഉണങ്ങി കിട്ടുമല്ലോ. നീ എന്നെ ആക്കിയതാണോ? ഞാൻ അങ്ങനെ ആക്കൂടി. നിന്റെ കഷ്ടപ്പാടൊക്കെ ഞാൻ ആക്കൂ. ഹൗ ബ്യൂട്ടിഫുൾ, യു ആർ സോ ക്രിയേറ്റീവ്. ശരിയാ, അടുപ്പെങ്കി അടുപ്പ്. ചേട്ടാ ചേട്ടൻ എവിടെ പോവാ? ഞാനേ കട വരെ ഒന്ന് പോണം. ആണോ? വേറെന്താ ഇങ്ങനെ വേർതിരിക്കുന്നേ? അത് ഗ്യാസ്. ചേട്ടാ ഗ്യാസ് ഉണ്ടോ? ഇങ്ങനൊന്നും ഇരിക്കുന്നില്ല, എനിക്ക് പേടിയാവുന്നു കണ്ടിട്ട് തന്നെ. ചേട്ടൻ വന്ന് നമുക്ക് ആശുപത്രി പോവാം. അല്ല, ഇതിന് ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു സോഡ കുടിച്ചാൽ ശരിയാവും. ഞാൻ പോണ വഴിക്ക് സോഡ കുടിച്ചോളാം. പട്ടാണോ ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുക? ഞാൻ നോക്കട്ടെ. അതെന്താ തൊട്ടാൽ ചിലപ്പോൾ വേദന എടുക്കും. കൊള്ള, ഇത്രയും വേദന ഉണ്ടായിട്ടാണോ ചേട്ടാ ആശുപത്രി പോകുന്നതെന്ന് പറഞ്ഞ? ചേട്ടൻ എനിക്ക് ആശുപത്രി പോകണ്ട, സോഡ കുടിച്ചാൽ മാറുമെന്ന്. വേദന വെച്ചോണ്ട് ഈ മനുഷ്യൻ എന്തോ കാണിക്കും ഇത്. ഞാനേ വേറൊരു സാധനമാണെന്ന് പറഞ്ഞു പെട്ടെന്ന്. ഞാൻ വന്ന് അന്നോട്ട് നീ എന്റെ പുറകെ കൂടിയിരിക്കണല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം ഞാൻ അത് ഉദ്ദേശിച്ചല്ല. പിന്നെ സാധാരണ ഈ ഏരിയയിലൊക്കെ ഈ മറ്റേ കമ്പിൽ ചുമന്ന തുണി കെട്ടി വെക്കാറുണ്ട്. ഞാൻ സാധാരണ എന്നെ എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചു വന്നു. സത്യം പറ, ഞാൻ സെബാന്റെ ഗ്യാങ്ങിൽ തന്നെ ഉള്ളതല്ലേ. ശബാൻ? ആ, എനിക്കറിയാത്തൊരു കാര്യം വന്നപ്പോ തൊട്ട് ഞാൻ കേൾക്കണേ. ഈ ആരാണ് ശബാൻ? സെബാൻ എറണാകുളത്തുള്ള ഒരു അണ്ടർ വേൾഡ് ഡോൺ ആണ്. അത് ഞാനുമായിട്ട് എന്ത് ബന്ധം? അവൻ പണ്ട് എന്റെ ഒരു ഷിപ്മെന്റിൽ അവൻ ഡ്രഗ് ഡീലിംഗിന്റെ പരിപാടി നടത്തപ്പോഴത്തേക്ക് ഞാൻ അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ഉള്ളിലാക്കിയത്. ആ ഗ്യാങ്ങിൽ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട്. എന്നെ ആ ഗ്യാങ്ങില? നിനക്ക് എന്നെ കിഡ്നാപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നീ എന്റെ പുറകെ നടക്കുന്നത്. എന്റെ പൊന്ന് പെങ്ങളെ, ഈ സബാൻ എന്ന് പറഞ്ഞ ആള് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ ഉള്ളത്. ഞാൻ കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലം ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് സബാൻ എന്ന് പറഞ്ഞ ആളെ കാണുന്നത്? നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടിട്ടായിരിക്കും. നീ അവന്റെ ആള് തന്നെ. നീ എന്നെ ഞാനല്ലെന്ന്. ഇല്ല, നീ അവന്റെ ഗ്യാങ്ങിലുള്ളത് തന്നെയാണ്. ഒന്നും ചെല്ലൊന്നും ഞാൻ പൊക്കോളാമേ. ഈ സാധനം കൊള്ളാലോ, ഇത് മതിയല്ലോ. സെറ്റ് കൊള്ളാട്ടോ സംഗതി. ഈ സാധനം ഞാനൊന്ന് തേച്ച് മേടിക്കണ്ടല്ലോ. ഒരു 10-25,000 രൂപ തടയും. സോറിയോ? വെറൈറ്റി പേരാണല്ലോ. ഇങ്ങനെ ആർക്കെങ്കിലും പേരിടുവോ? അതല്ല, ഞാൻ തുമ്മിയോണ്ട് സോറി പറഞ്ഞതാ. എന്റെ പേര് പിങ്കിന്ന. അല്ല, ഇയാളാരാ? ഞാൻ ഇവിടുത്തെ ഐ ആം ദ വൺ ആൻഡ് ഓൺലി സ്റ്റെഫി ജാക്സൺ. താൻ എന്ത് ചെയ്യാ? എനിക്ക് ബിസിനസ്സാ. വന്നിരിക്കും എന്തായാലും.
പിങ്കി എന്താ ഇവിടെ? ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. ഇവിടെ താമസിക്കുന്നതാണോ? ഞാൻ കുറച്ച് ആ, ശരി. കണ്ടോട്ട് പോയതാ. പിങ്കി എന്താ ചെയ്യണപ്പോ? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക. ഈ പ്രായത്തിലും പഠിക്കണോ? ഇനി എന്ന് ജോലി കിട്ടി പോവാനാണ്? ആക്ച്വലി എനിക്കത്ര പ്രായമൊന്നുമില്ല. ഇല്ലേ? ഇല്ല, പിന്നെ ഞാനിപ്പോ പഠിച്ച് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്താ അച്ഛനമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? അതുകൊണ്ടല്ല, എന്റെ പപ്പ ഒരു മില്ലിയനെയറാ. ഏത് മില്ല? തടി മില്ല, ഫ്ലോർ മില്ല? ആ മില്ലല്ല, മില്ലിയനെയർ, കോടീശ്വരൻ. കോടീശ്വരൻ? അതെന്തെങ്കിലും നോക്കുന്നേ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോടീശ്വരന്റെ മേലെ നേരിട്ട് കാണുന്നത്. പക്ഷെ എനിക്കത്ര ജാടയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട്സ് ആയാലോ? പിന്നെന്താ, എനിക്കൊരു കമ്പനി ഇല്ലാണ്ടിരിക്കായിരുന്നു. എനിക്കും. ഇവളുമാരൊക്കെ ആയിട്ട് എങ്ങനെയാ പിങ്കി? കമ്പനിയാണോ? ഞങ്ങള് നല്ല മുട്ടനിടിയ. എന്നാ പിങ്കി പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉള്ളപ്പോ ഒരാളും പിങ്കിനെ തൊടൂല. അല്ല, ഇത് ആരെ കേൾപ്പിക്കാൻ വേണ്ടിയാ പറഞ്ഞത്? എല്ലാവരെയും കേൾപ്പിക്കാൻ തന്നെ പറഞ്ഞത്. ആഹാ, എന്നാലേ എനിക്കിത് കേൾക്കാൻ തീരെ താല്പര്യമില്ല കേട്ടല്ലോ. ആഹാ, എന്നാ ഒരു കാര്യം ചെയ്തേക്ക്, നീ 2 ചെവി അങ്ങ് അടച്ചു പിടിച്ചോ. എന്റെ വായിലിരിക്കണ കേൾക്കരുത് കേട്ടല്ലോ. അവളുടെ സൗണ്ട് കേട്ടത്. നീ എന്തിനാണ് ഇതിന്റെ അടി പോയി കിടന്നത്? അതിനടി കിടന്നല്ല, അതെന്റെ മുകളിലൂടെ വീണതാ. ഓ, അപ്പൊ അതിന്റെ അടി തല വെച്ചായിരിക്കും അല്ലേ? ഇറങ്ങി പോകാൻ അടുത്ത്. നിന്റെ തലവെല്ലാം പൊട്ടിയോ? ഇല്ലടി. ഓ, നിലവിലിട്ടപ്പോ ഞാൻ വിചാരിച്ചു തലവെല്ലാം പൊട്ടിക്കാം. പിശാശിനി ഇന്ന് ഞാൻ നോക്കിക്ക എന്തുവാ കൈക്കെടുത്ത. അത് ഞാനേ ഇവിടുത്തെ സോക്കേഴ്സ് വെക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചോണ്ട് വന്നു. എന്റെ അമ്മേ, അമ്മാവൻ ഈ സാധനം എവിടുന്ന് കിട്ടി? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ സോക്കേഴ്സ് വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേ. സത്യം പറ, അമ്മ വാങ്ങിച്ചാണത്? അമ്മാവൻ അറിയൂല എന്താന്ന്? എന്തോന്നു? ഇതാണ് മാൻഡ്രേക്കിന്റെ തല. മനസ്സിലായില്ലേ? മറ്റേ എനിമീനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂടോത്രം ചെയ്യൂലേ, ആ സാധനമാണ്. ഈ സാധനം ഏത് വീട്ടിൽ വന്ന് കയറുന്നു അവിടെ ഉള്ളൊരു മുടിഞ്ഞ് നശിച്ച് ആരാണെ കല്ലി പിടിക്കും. നിർത്ത് കൂടല്ലേ അങ്ങ് തള്ളല്ലേ. ഇതേ വന്നിട്ടുള്ള സിനിമയൊക്കെ നമ്മളും കുറെ കണ്ടിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ആരുടെയും മൊബൈലിൽ ഞാൻ ഇപ്പൊ എന്റെ ഫ്രണ്ടിനെ വിളിച്ച് കാണിച്ചു. ശരി, കാണിക്കുന്നേ. മൊബൈൽ ഒന്ന് കാണിച്ചിട്ട് നീ മുട്ട എന്ത് ചെയ്യാനാ? വല്ലട മുട്ട ബെല്ലുണ്ട്. എടാ, ഞാനാണ്, സ്റ്റെഫിയാണ്. അതൊക്കെ പറയാം. ഇതെന്റെ ഫ്രണ്ടിന്റെ നമ്പർ. ഞാൻ നിന്റെ ഫ്രണ്ട് ഒന്നും അല്ല. അതൊക്കെ കഴിക്കട്ടെ. എടാ, ഞാൻ ഇതിനടുത്ത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് വിളിച്ചത്. എടാ, മറ്റേ മാൻഡ്രേക്കില്ല, അതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. എന്റെ പൊന്നോ, നിനക്ക് വേറെ ഒന്നിനെ പറ്റി ചോദിക്കാനില്ലേ? അതിനെ പറ്റി സംസാരിച്ചാൽ തന്നെ അന്നത്തെ ദിവസം പോക്കാം. എന്നാലും നീ ഒന്ന് പറഞ്ഞേ. കൂടുതലൊന്നും പറയാനില്ല. ആ കോണത്തിലെ സാധനം ആർക്ക് കിട്ടും അവന്റെ കാര്യം കട്ടപ്പോകാം. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അന്വേഷിക്കണേ? എടാ, നമ്മുടെ ഇവിടെ ഒരു അമ്മാവന് ഈ സാധനം കിട്ടിയടാ. എന്റെ പൊന്നോ, നീ ഫോൺ വെച്ചേ കട്ട് ചെയ്ത്. ഞാൻ അപ്പോഴേ ഇല്ലാത്തോണ്ട് പറഞ്ഞു, ആരും വിശ്വസിച്ചില്ല. അനുഭവിച്ചോ എന്റെ ദൈവമേ. എന്റെ അമ്മാവ, ഇത് എന്തിന്റെ പണ്ടർ ഇങ്ങോട്ടല്ലേ കൊണ്ടുവന്നത്? കഷ്ടകാലം വരത്തനായിട്ട് ഈ അമ്മാവനെ കൊണ്ട് തോറ്റല്ലോ. ഇത് വന്നോണ്ടല്ലേ എന്റെ പുറത്താത് വീണത്. അമ്മാവൻ ഇത് എവിടെ കിട്ടിയത്? ഓ, മിഴുക്കസാ നിൽക്കാതെ മോതോട് പറ മനുഷ്യ. എനിക്കിത് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയത്. വഴി കിടക്കുന്ന സാധനങ്ങളൊക്കെ അമ്മ അതിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അമ്മാവനെ കളകളാന്ന് വിളിക്കലടി. 24 മണിക്കൂർ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നടന്നാണല്ലോ. കാണുന്നത് കണ്ടില്ലയോ? ഇത് വന്നോണ്ടല്ലേ ഇത് മേഘത്ത് വീണത്. ആണ് ഇവിടെ എന്തെങ്കിലും നമ്മൾ എങ്ങനെ സത്യങ്ങൾ അയ്യോ, വെള്ളമില്ലേ? ഞാൻ അടിച്ചാണല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, എല്ലാം ആ കുട്ടി മൊട്ടത്തലേന്റെ പരിപാടിയാണ്. എനിക്ക്